ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഏവരുമേ, ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17 അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17 അധ്യായം 22 മുതൽ 27 വരെയുള്ള വേദഭാഗത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാം ഭാഗം ക്രിസ്തു താൻ ഏൽക്കുവാൻ പോകുന്ന കഷ്ടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയിർപ്പിൻ്റെയും വെളിപ്പെടുത്തൽ ശിഷ്യന്മാർക്ക് നൽകുന്നതാണ്. 22-23 വാക്യം. രണ്ടാം ഭാഗം മത്സ്യത്തിന്റെ വായിൽ നിന്ന് ലഭിച്ച എസ്തീറ കൊണ്ട് തലവരിപ്പണം നൽകുന്നതാണ്. 24 മുതൽ 27 വരെയുള്ള വാക്യം. ആദ്യ സംഭവം സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം വിവരിക്കുന്ന ഒന്നാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും ഇതേ സംഭവം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ രണ്ടാമത്തെ വിവരണം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തു താൻ ഏൽക്കുവാൻ പോകുന്ന കഷ്ടാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയിർപ്പിന്റെയും സൂചന നൽകുന്ന 4 സന്ദർഭങ്ങൾ കാണുവാൻ കഴിയും. 16 അധ്യായം 21 വാക്യത്തിലും 17 അധ്യായം 22-23 വാക്യങ്ങളിലും 20 അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, 26 അധ്യായം 31-32 വാക്യം. രണ്ടാമത്തെ വെളിപ്പെടുത്തലാണ് ഇന്നത്തെ വേദഭാഗം. ഗലീലയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിന് ശേഷം നടക്കുന്ന സംഭവമായിട്ടാണ് സുവിശേഷകൻ ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ അനുഭവിക്കുവാൻ പോകുന്ന മരണത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വഴി ക്രിസ്തു തന്റെ നിയോഗത്തിന്റെ ബോധ്യമാണ് ഉറപ്പിക്കുന്നത്. മരണത്തിനും അപ്പുറം സംഭവിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനയിലൂടെ തന്റെ നിയോഗം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് മരണാധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ ഇല്ലായ്മ ചെയ്ത് മരണഭീതിയിലും അടിമത്തത്തിലും ഇരുന്ന ജനത്തിന് നിത്യ വീണ്ടെടുപ്പ് നൽകുമെന്ന ഉറപ്പാണ് പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണം യാദൃശികമായ ഒരു സംഭവമല്ല. അത് മുൻ നിശ്ചയിക്കപ്പെട്ടതും അതിനായി അവൻ മുൻ ഒരുങ്ങിയതുമായിരുന്നു. അവൻ സ്വന്തം ഇഷ്ടത്തിന് മരണത്തിന് തന്നെ ഏൽപ്പിക്കുകയായി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഭാഗം വിവരിക്കുമ്പോൾ മനുഷ്യന്റെ പുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ വിശുദ്ധ മർക്കോസും വിശുദ്ധ മത്തായിയും 3 കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. 1, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു. 2, അവർ അവനെ കൊല്ലും. 3, മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. പീഡാസഹനത്തിന്റെ പ്രവചനമായിട്ട് ഇതിനെ മനസ്സിലാക്കും. ക്രിസ്തു തന്നെ അതിനെ ഒരുക്കുന്നതിനുപരിയായി തൻ്റെ ശിഷ്യന്മാരെയും അതിനായി ഒരുക്കും. തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ക്രിസ്തു വളരെ വ്യക്തമായി അവരെ അവതരിപ്പിക്കുന്നു. അതുവഴി അവരെയും തൻ്റെ മരണത്തിനായിട്ടും ഉയർപ്പിനായിട്ടും ഒരുക്കുന്നു. ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തൽ ശിഷ്യന്മാരിൽ ഉണ്ടാക്കിയ പ്രതികരണമാണ് അടുത്തതായി പറഞ്ഞിരിക്കുന്നത്.
മറ്റു രണ്ട് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രതികരണമാണ് വിശുദ്ധ മത്തായി വിവരിക്കുന്നത്. ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ കേട്ടത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ ശിഷ്യന്മാരെയാണ് വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും അവതരിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ മത്തായി വളരെ ദുഃഖിക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രമാണ് നൽകുന്നത്. അവർക്ക് വളരെ ദുഃഖമുണ്ടായി എന്നാണ് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. തങ്ങളുടെ ഗുരുവിന് സംഭവിക്കുവാൻ പോകുന്ന മരണത്തെ ഓർത്താണ് അവർ ദുഃഖിക്കുന്നത്. മരണത്തിനും അപ്പുറമുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയാതെ പോയതിനാലാണ് വളരെ ദുഃഖമുണ്ടായത് എന്ന് ചിന്തിക്കും. അന്നത്തെ സാഹചര്യത്തിൽ ഉയർപ്പിനെ പറ്റി ചിന്തിപ്പാൻ അവർക്ക് കഴിയില്ലായിരുന്നു. മരണം വഴി അവർക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു. അതാണ് അവരുടെ ദുഃഖത്തിന് കാരണമായി മാറിയത്. ഈ വേദഭാഗത്തിന്റെ 2-ാം ഭാഗം കഫർന്നഹൂമിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യത്തെയാണ് വിവരിക്കുന്നത്. ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദേവാലയ വഴിപാട് കൊടുക്കുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. ദ്വിദ്രഹ്മം ഒരു ദേവാലയ നികുതിയാണ്, എ ടെമ്പിൾ ടാക്സ്. യഹൂദന്മാരിൽ നിന്ന് യെരുശലേം ദേവാലയത്തിന്റെ നടത്തിപ്പിനായി ശേഖരിക്കുന്ന ഒരു തുകയാണ് ഇത്. പുറപ്പാട് പുസ്തകം 30-ൽ ഇതിന്റെ ഒരു സൂചന കാണുവാനായിട്ട് കഴിയും. 20 വയസ്സിനും അതിനു മുകളിലുമുള്ള എല്ലാവരും അര ശേക്കൽ കർത്താവിന് വഴിപാട് കൊടുക്കണമെന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ക്രിസ്തുവിന്റെ കാലത്ത് അര ശേക്കൽ എന്നാൽ ദ്വിദ്രഹ്മം ആയിരുന്നു. അത് ഒരു ജോലിക്കാരന്റെ 2 ദിവസത്തെ കൂലിക്ക് സമമാണ്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ യേശുവും പത്രോസുമായി നടക്കുന്ന സ്വകാര്യ സംഭാഷണമാണ്. ആ സംഭാഷണത്തിന്റെ അവസാനം യേശുവിന്റെ നിർദ്ദേശപ്രകാരം പത്രോസ് കടലിൽ പോയി ചൂണ്ടയിട്ട് ലഭിച്ച മത്സ്യത്തിന്റെ വായിൽ നിന്ന് കിട്ടിയ എസ്തീറ എടുത്ത് യേശുവിനും അവനും വേണ്ടി ദേവാലയ വഴിപാട് കൊടുക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാർ എസ്തീറ നൽകിയ മത്സ്യത്തെ പരിശുദ്ധ ദൈവമാതാവിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷാണ്ഡർക്കെതിരെ ദൃഷ്ടാന്തമായി 3 കാര്യങ്ങളാണ് സഭ പഠിപ്പിക്കുന്നത്. 1, കുഞ്ഞാടിനെ നൽകിയ വൃക്ഷം. 2, ജലം നൽകിയ തീക്കൽ പാറ. 3, എസ്തീറ നൽകിയ മത്സ്യം. സൃഷ്ടാവിന് വേണ്ടി പ്രത്യേകം ഒരുക്കപ്പെട്ട സൃഷ്ടിയാണ് എസ്തീറ നൽകിയ മത്സ്യം വഴി സൂചിപ്പിക്കുന്നത്. നിലവിലെ സംവിധാനങ്ങളെ അനുസരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു ഇവിടെ നടത്തുന്ന വിപ്ലവം ദേവാലയ വഴിപാട് എതിർക്കുക എന്നതല്ല, പിന്നെയോ തനിക്കും പത്രോസിനും വേണ്ടിയുള്ള പണം നൽകുക എന്നതാണ്. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന ചോദ്യത്തിന് ഉവ്വ് എന്ന പത്രോസിന്റെ മറുപടിയും, നാം അവരെ വിരുദ്ധതപ്പെടുത്തേണ്ടതില്ല എന്ന ക്രിസ്തുവിന്റെ നിർദ്ദേശവും ഗൗരവത്തോടെ വായിക്കണം. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയല്ല, മറിച്ച് പൂർണ്ണ അനുസരണമാണ് ആവശ്യം. തന്നോടൊപ്പം നിൽക്കുന്ന പത്രോസിനു വേണ്ടിയും കരുതുന്ന ക്രിസ്തുവിനെയും സൃഷ്ടാവിനു വേണ്ടി കരുതുന്ന സൃഷ്ടിയുമാണ് ഇതിൽ കാണുവാൻ കഴിയുന്നത്. ഇതാണ് സഭയുടെ യഥാർത്ഥ ചിത്രം. അത് എനിക്കും നിനക്കുമെന്ന ക്രിസ്തു ഭാവമാണ്. അത് മറ്റുള്ളവരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഭാവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.